നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. സിംബാബ്വെ 2020 ലോകകപ്പിൻ്റെ സെമി ഫൈനൽ കാണാതെ പുറത്തായിരിക്കുന്നു. അതിനർത്ഥം സിംബാബ്വെ മോശമായിട്ടാണ് ഈ 2020 വേൾഡ് കപ്പിൽ കളിച്ചത് എന്നതല്ല. ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച കളി കാഴ്ചവെച്ച ഒരു ടീം സിംബാബ്വെ തന്നെയാണ്. പ്രത്യേകിച്ചും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഓസ്ട്രേലിയയും ശ്രീലങ്കയും അട്ടിമറിച്ച് വന്ന ആ രീതി, അവരുടെ ബോഡി ലാംഗ്വേജ്, ആ കളിക്കാരുടെ ബോഡി ലാംഗ്വേജ്, മികച്ച ചില കളിക്കാരുണ്ട് അവർക്ക്. അത് ഇന്ത്യക്കെതിരെയും തോറ്റെങ്കിലും ഇന്ത്യക്കെതിരെ അവരത് തെളിയിച്ചു. പ്രത്യേകിച്ച് ഓപ്പണിംഗ് ബാറ്ററായിട്ടുള്ള ബെന്നറ്റ്, അസാധ്യ പ്രതിഭയാണ് ബെന്നറ്റ്. 22 വയസ്സേ ഉള്ളൂ. അദ്ദേഹം ഇന്ത്യക്കെതിരെ 97 റണ്ണെടുത്ത് പുറത്താകാതെ നിന്നു. പ്രത്യേകിച്ചും ജസ്പ്രീത് ബുംറയ്ക്കെതിരെ ലോകത്തെ ഇന്നത്തെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളറായ ജസ്പ്രീത് ബുംറയ്ക്കെതിരെയൊക്കെ ബെന്നറ്റ് കാഴ്ചവെച്ച ഒരു ആത്മവിശ്വാസം, അദ്ദേഹത്തെയൊക്കെ ബൗണ്ടറിക്ക് മുകളിലൂടെ പറത്താനും ബൗണ്ടറി കടത്താനും ബെന്നറ്റ് കാഴ്ചവെച്ച ആ ഒരു എന്താ പറയുക മനോധൈര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബുംറ ഏറ്റവും മികച്ച ബൗളറാണ് ഇന്ന് ലോകത്തുള്ളത്. ആ ബുംറയൊക്കെ അടിച്ച് തകർക്കാൻ ബെന്നറ്റിന് ഒരു മടി ഉണ്ടായില്ല. ബെന്നറ്റ് വളരെ ആത്മവിശ്വാസത്തോടെ കളിച്ചു, പക്വതയോടെ കളിച്ചു, ക്ഷമയോടെ കളിച്ചു. വലിയ ലോകം മുഴുവൻ ബെന്നറ്റിനെ ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. ബെന്നറ്റ് എക്കാലത്തെയും മികച്ച ചില ബാറ്റർമാരിൽ ഒരാളായിട്ട് മാറും അയാളുടെ കരിയർ അവസാനിക്കുമ്പോഴേക്ക് എന്ന് കരുതുന്ന ഒട്ടേറെ ആരാധകരും ഒട്ടേറെ ക്രിക്കറ്റ് വിദഗ്ധരുമുണ്ട്, മുൻ കളിക്കാരുണ്ട്. അപ്പോൾ സിംബാബ്വെയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ നൽകുന്ന ഒരു ടൂർണമെൻറ്റാണ് കടന്നുപോയത്. ഇതിൻ്റെ സെമിഫൈനലിൽ എത്താൻ പറ്റിയില്ല എന്നുള്ളതൊന്നും തീർച്ചയായിട്ടും അവർ കാഴ്ചവെച്ച പോരാട്ട വീര്യത്തെ കെടുത്തുന്നില്ല. ബെന്നറ്റ് ഉൾപ്പെടെയുള്ള പ്രതിഭകളെ, അസാധ്യ കളിക്കാരെ, ബ്രാഡ് ഇവാൻസ്, ബെന്നറ്റ്, ബേള്, അങ്ങനെയുള്ള കുറേയധികം മികച്ച കളിക്കാർ, മുസർബാനി ഒക്കെ ഉയരത്തിൻ്റെ പിൻബലത്തിൽ വലിയ ഫാസ്റ്റ് ബോളറായി മാറാനുള്ള, ലോകത്തെ വിറപ്പിക്കുന്ന ഫാസ്റ്റ് ബോളറായി മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ക്യാപ്റ്റൻ സിക്കന്ദർ റാസിക്ക് 39 വയസ്സായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത്, അദ്ദേഹത്തിൻ്റെ പ്രതിഭ, ഇതിലൊന്നും ഒരു കോട്ടവുമില്ല. അത് തീർച്ചയായിട്ടും വലിയ രീതിയിൽ സിംബാബ്വെക്ക് ഇനിയും ഒരു 1-2 വർഷമെങ്കിലും സിക്കന്ദർ റാസ ഇവരെ മുന്നിൽ നിന്ന് നയിക്കുകയും അവരെ മറ്റുള്ളവർക്ക് കൂടി ആ അനുഭവ സമ്പത്ത് വരുന്നത് വരെ തുടരുകയും ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മുൻകാലങ്ങളിൽ നമുക്കറിയാം, ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മുൻകാലങ്ങളിൽ ഗ്രാൻഡ് ഫ്ലവറിനെയും ആൻറ്റി ഫ്ലവറിനെയും പോലുള്ള ആ സഹോദരന്മാരും, അലിസ്റ്റർ ക്യാമ്പലും, നീൽ ജോൺസണും, ഹെൻറി ഒലോങ്കയും, മറേ ഗുഡ്വിനും ഒക്കെ ഉണ്ടായിരുന്ന, എക്കാലത്തെയും വലിയ ഹീറ്റ് സ്ട്രീക്കിനൊക്കെ പോലുള്ള ബോളർമാരുണ്ടായിരുന്ന മികച്ച ടീമായിരുന്നു. ഒരു പ്രതാപകാലം സിംബാബ്വെക്ക് ഉണ്ടായിരുന്നു. പോൾ സ്ട്രാങ്ങിനെ പോലുള്ള ലെഗ് സ്പിന്നർമാരുണ്ടായിരുന്ന, അങ്ങനെ തദേന്ദ തൈബുവിനെ പോലുള്ള വിക്കറ്റ് കീപ്പർമാരും ബാറ്റർമാരും ഒക്കെ ഉണ്ടായിരുന്ന മിടുക്കന്മാരുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു സിംബാബ്വെക്ക്. പിന്നീട് സിംബാബ്വെയുടെ ക്രിക്കറ്റ് ബോർഡിൻ്റെ ശരിയല്ലാത്ത പ്രവർത്തനം മൂലമാണ് ആ സിംബാബ്വെ ക്രിക്കറ്റ് നശിക്കാൻ കാരണം. ബ്രണ്ടൻ ടൈലറെ പോലെ അസാമാന്യ പ്രതിഭയുള്ള കളിക്കാരെല്ലാം വിരമിച്ച് മറ്റ് വിദേശ ലീഗുകളിൽ പോയി ജീവിക്കാൻ വേണ്ടി കളിക്കേണ്ട ഗതികേടിലേക്ക് പോയി. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈ ലോകകപ്പിൽ സിംബാബ്വെയുടെ പ്രകടനം കാണുമ്പോൾ നമ്മൾ വീണ്ടും ആ പഴയ പ്രതാപത്തെക്കുറിച്ച് ഓർക്കുകയാണ്. അവർ ആ നിലയിലേക്ക്, പഴയ പ്രതാപത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. അതിനുള്ള എല്ലാ കോപ്പും അവരുടെ കയ്യിലുണ്ട്. അത് ബാറ്റിങ്ങിലായാലും ബൗളിങ്ങിലായാലും ഉണ്ട്. അവരുടെ ഡിസിപ്ലിൻ, അവരുടെ അച്ചടക്കത്തോടെയുള്ള കളിയിലുണ്ട്. ആ രീതിയിൽ പഴയ കാലത്തെ ഫ്ലവർ സഹോദരന്മാരെയും, ക്യാമ്പലിനെയും, ഗുഡ്വിനെയും, നീൽ ജോൺസനെയൊക്കെ, ഒലോങ്കയ്ക്കോ ഹീറ്റ് സ്ട്രീക്കിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക് അവർ ലോകത്തെ വിറപ്പിക്കുന്ന, ഏത് ടീമിനെയും വിറപ്പിക്കുന്ന. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ തന്നെ ഓസ്ട്രേലിയയും ശ്രീലങ്കയൊക്കെ ചൂളിപ്പോയി അവരുടെ മുന്നിൽ. അപ്പോൾ അങ്ങനത്തെ ആ നിലയിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിൽ അവർക്ക് മികച്ച കളി പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കളി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ സെമിഫൈനലിൽ എത്തിയില്ല എന്നുള്ളതൊന്നും ഒരു കാരണമേ അല്ല. അവർ അഭിമാനത്തോടെ തന്നെ അവർക്ക് തിരിച്ചു പോകാം. ഈ 2020 ലോകകപ്പ് അവരുടെ കുറേയധികം പ്രതിഭകളെ തുറന്നു കാണിച്ചുകൊണ്ടാണ് അവരുടെ 2020 ലോകകപ്പ് അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെമിഫൈനലിൽ എത്തിയില്ല എന്നതിനെക്കുറിച്ചൊന്നും അവർ ഒരിക്കലും ആശങ്കപ്പെടേണ്ടതില്ല. വലിയ ഭാവി, ഇപ്പോൾ ബെന്നറ്റിന് 22 വയസ്സുള്ളൂ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഒട്ടേറെ ചെറുപ്പക്കാരായ, വളരെ
ചെറുപ്പമായിട്ടുള്ള കളിക്കാർ അവർക്കുണ്ട്. അവരെ തീർച്ചയായിട്ടും അവരുടെ ഭാവി ശോഭനമാണ്. ആ രീതിയിൽ സിംബാബ്വെ ക്രിക്കറ്റ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്ന് തന്നെ നമ്മൾ കരുതേണ്ടതുണ്ട്. അതിന് തന്നെയാണ് സാധ്യതയും അതുണ്ടാകട്ടെ. കാരണം ക്രിക്കറ്റ് എന്ന ഗെയിമിന് അത് ശോഭ കൂട്ടുകയേ ഉള്ളൂ, അതിൻ്റെ തിളക്കം കൂട്ടുകയേ ഉള്ളൂ. ക്രിക്കറ്റ് എന്ന ഗെയിമിൻ്റെ തിളക്കം കൂട്ടുകയേ ഉള്ളൂ. സിംബാബ്വെ പോലുള്ള ടീമുകൾ മുന്നോട്ട് വരികയും അസാമാന്യമായ കളി തുടർന്നും കാഴ്ചവെക്കുകയും ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2020 ലോകകപ്പിൽ ഉജ്ജ്വലമായി കളിച്ച സിംബാബ്വെയെ നമ്മൾക്ക് സല്യൂട്ട് ചെയ്യാം. മികച്ച കളി കളിച്ച സിംബാബ്വെയെ ഒരു കാരണവശാലും നിരാശപ്പെടേണ്ടതില്ല എന്ന് സിംബാബ്വെ തിരിച്ചറിയുന്നുണ്ട്. അവർക്കതറിയാം. അവർ സ്വാഭാവികമായിട്ടും അവരുടെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷയിൽ അതുണ്ട്. അവർ എത്രത്തോളം മികച്ച കളി കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യമുണ്ട്. അവർക്ക് ആ തലത്തിലേക്ക് ലോക നിലവാരത്തിലുള്ള കളിക്കാരുണ്ട്. ബെന്നറ്റിനെ പോലെ ലോക നിലവാരത്തിലുള്ള കളിക്കാരുണ്ട്. ആ ആത്മവിശ്വാസവും ആ ധൈര്യവും ഉള്ള ഏത് പ്രതിസന്ധിയെയും കളിയിലെ ഏത് സാഹചര്യത്തെയും കൃത്യമായി വായിച്ചെടുക്കാനും അതിനനുസരിച്ച് തന്ത്രങ്ങൾ രൂപപ്പെടുത്താനും അതിനനുസരിച്ച് കളിക്കാനുമുള്ള മികച്ച കളിക്കാർ അവർക്കുണ്ട്. അത് അവർക്ക് വലിയൊരു ഭാവി, ഒരു 1.5 പതിറ്റാണ്ടിൻ്റെ വലിയ ഭാവി ആ ടീമിന് തീർച്ചയായിട്ടും ഉണ്ട്. ആ ടീം ആ രീതിയിൽ ഓരോ ക്രിക്കറ്റ് ആരാധകരും ആഗ്രഹിക്കുന്നു അവർ ആ നിലയിൽ മുന്നോട്ട് വരട്ടെ എന്ന്. തീർച്ചയായിട്ടും ഈ 2020 ലോകകപ്പിലെ സിംബാബ്വെയുടെ കളി ക്രിക്കറ്റ് ആരാധകരുടെ മനം നിറച്ച കളിയാണ്. ആ കളി ഇനിയും അവർക്ക് തുടരാനാകട്ടെ.